എൻ്റെ പേര് രമ്യ കെ തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഫെബ്രുവരി മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത നിയോഗങ്ങളെല്ലാം ഓൺലൈനായിട്ട് സമർപ്പിച്ചായിരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് ജനുവരി 12 6 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് 5 വർഷം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത ഭൂമി വാങ്ങിക്കാൻ സാധിച്ചു. അത് 10 ലക്ഷം രൂപയ്ക്ക് 5 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു തുകയായിരുന്നു അത്. പക്ഷെങ്കിൽ അത് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ സൗദി അറേബ്യയിൽ മിനിസ്ട്രിയിൽ ജോലി ചെയ്ത ഒരു നേഴ്സാണ്. ഞാൻ വെക്കേഷന് വന്നിരിക്കുകയാണിപ്പോൾ. ഞാനിപ്പോൾ വരുന്ന സമയത്ത് സകല ബാധ്യതകളും തീർന്ന് സാക്ഷ്യം പറയാനൊരുള്ളൊരു കൃപ തരണമെന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഇവിടെ വന്നത്. അമ്മ മാതാവ് അനുഗ്രഹിച്ചു എന്നെ, എൻ്റെ കുടുംബത്തെ. അതുപോലെ ഈ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാലേ ഞങ്ങൾക്കൊരു കിണർ കിട്ടത്തുള്ളായിരുന്നു. എൻ്റെ വീടിനോട് ചേർന്ന് 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാലേ കിണർ കിട്ടത്തുള്ളായിരുന്നു. കിണർ വെട്ടി ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അത് കിണർ കുത്തുന്നതിന് മുമ്പ് 2 കോൽ കുത്തിയതിന് ശേഷം തന്നെ ഞങ്ങൾ കൃപാസനത്തിലെ ഉപ്പ് കൊണ്ടിട്ടായിരുന്നു. അങ്ങനെ 9.5 കോലായപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ഒരു യാത്ര പോയപ്പോൾ തലയ്ക്കായിരുന്നു പരിക്ക് പറ്റിയത്. അപ്പം ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 എഴുന്നേറ്റ് ചൊല്ലുമായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മമ്മിയുടെ സ്കാൻ ചെയ്യുമ്പോഴും MRI എടുക്കുമ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുവാനുള്ളൊരു ഇത് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കാൻ്റെ റിസൾട്ട് വന്നപ്പം ചെറിയ ഫ്യൂച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് കിട്ടി. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കോൺട്രാക്റ്റിൻ്റെ റിന്യൂവൽ ടൈമായി. അപ്പോൾ ഭയങ്കര റിജക്ഷൻ വരുവാണ്, നമുക്ക് റിജക്ഷൻ വരുവാണ്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഭാഗമായിട്ട് 21 പ്രാവശ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത് ഞാൻ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ കൊടുത്തപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കറക്റ്റായിട്ട് ലഭിച്ചു. ഇപ്പോൾ പോയിട്ട് 1.5 വർഷമായതേ ഉള്ളൂ. 1 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പ്രമോഷൻ കിട്ടി. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് നേഴ്സായിട്ട് ലഭിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു.